ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വിശ്വാസികളെ, വിശുദ്ധ ഖുർആൻ മനുഷ്യനെ നേർമാർഗ്ഗത്തിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മനുഷ്യൻ്റെ ഉത്ഭവവും സ്വഭാവവും പരാമർശിക്കുന്ന വിശുദ്ധ ഖുർആനിൽ സൽഗുണങ്ങൾ സ്വീകരിച്ച് സന്മാർഗിയാവാനുള്ള വഴികളും വിശദീകരിക്കുന്നുണ്ട്. ഇൻസാൻ എന്ന മനുഷ്യനെ കുറിച്ച് പറയാൻ വേണ്ടി ഇൻസാൻ എന്ന പേരിൽ ഒരു അധ്യായം ഖുർആനിലുണ്ട്. ഈ ഗ്രന്ഥത്തിൽ മനുഷ്യന് വേണ്ട സർവ്വ തലങ്ങളിൽ നിന്നും സംസാരിക്കുന്ന ഖുർആനിൻ്റെ സൂറത്തുകളുടെ അവസാനത്തെ സൂറത്ത് അന്നാസ്, ജനങ്ങൾ എന്ന പേരിലാണ് അള്ളാഹു നമുക്ക് സംവിധാനിച്ച് നൽകിയിട്ടുള്ളത്. മനുഷ്യൻ്റെ പ്രധാന ശത്രുക്കളെ പരിചയപ്പെടുത്തി അതിനുള്ള പ്രതിവിധി എന്താണെന്നാണ് ഈ പരിശുദ്ധ സൂറത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് ഉണർത്തി നൽകുന്നത്. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. ആദ്യത്തെ 3 ആയത്തുകൾ നബിയെ അങ്ങ് പറയണം, ജനങ്ങളുടെ രക്ഷിതാവും മനുഷ്യരുടെ രാജാവും അവൻ്റെ ദൈവവുമായിട്ടുള്ള അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നുവെന്ന് നിങ്ങൾ പറയണം. റബ്ബിനോട് സർവ്വ വിഷയങ്ങളിലും കാവൽ തേടാൻ വേണ്ടിയാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുന്നാസിൻ്റെ ആദ്യത്തെ 3 സൂക്തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ആരാണ് റബ്ബ്, എന്താണ് കാവൽ? ഇത് രണ്ടുമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഏത് പ്രശ്നവും വേവലാതിയും നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകളോടാണ്, അല്ലാതെ ആരോടെങ്കിലും പറഞ്ഞതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു പ്രശ്നത്തിൻ്റെയും പരിഹാര കവാടം എവിടെയെന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തും. അതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ കണ്ടെത്തുന്ന വ്യക്തി അദ്ദേഹത്തിന് ആ വിഷയത്തിൽ ഇടപെടുവാനും നിയന്ത്രണ വിധേയമാക്കാനും കഴിയുന്ന ആളായിരിക്കും. അപ്പോൾ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് ആദ്യമായും അവസാനമായും പരിഹാരം കാണേണ്ടത് അവനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബാണ് എന്നുള്ളത് തീർച്ചയാണ്. അള്ളാഹു എല്ലാവരുടെയും റബ്ബാണ്, ഇലാഹാണ്. അവർ ജനങ്ങളുടെ മുഴുവനും രക്ഷിതാവാണ്, റബ്ബാണ്, ഇലാഹാണ്. അതിനൊക്കെ പുറമെ മലിക്ക്, രാജാവും കൂടിയാണ്. ഈ 3 പ്രയോഗങ്ങളാണ് സൂറത്തുന്നാസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അഊദു ബി റബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് അന്നാസ് എന്ന് പറയുന്ന മനുഷ്യനിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ചേർത്തി പറഞ്ഞു. ജനങ്ങളുടെ റബ്ബ്, ജനങ്ങളുടെ ഇലാഹ്, ജനങ്ങളുടെ രാജാവ്. എന്തായിരുന്നു ആ ഒരു പ്രയോഗത്തിൻ്റെ ശ്രേഷ്ഠത? അതായത് അള്ളാഹു ചേർത്തി പ്രയോഗിച്ചത് മനുഷ്യന് ഉത്കൃഷ്ട സൃഷ്ടിയായതിനാൽ മനുഷ്യന് പ്രത്യേകം പരിഗണനയുണ്ട് എന്നാണ്. രക്ഷിതാവ് എന്ന അർത്ഥവും ഇലാഹ് എന്ന അർത്ഥവും, റബ്ബ് എന്ന അർത്ഥം, ഇലാഹ് എന്ന അർത്ഥം, രാജാവ് എന്ന അർത്ഥം, ഈ 3 പദങ്ങൾ സ്വാഭാവികമായിട്ടും ചേർക്കപ്പെടുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ മനുഷ്യനിലേക്ക് ചേർത്തി പറയുമ്പോൾ മനുഷ്യൻ്റെ ശ്രേഷ്ഠതയെ ഇത് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. ഏതായാലും ഈ പ്രസ്തുത ആയത്തുകളിൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ 3 വിശേഷണങ്ങൾ, ആദ്യമായിട്ട് ഖുൽ അഊദു ബി റബ്ബിന്നാസ്. റബ്ബ് എന്ന അർത്ഥത്തിന് രക്ഷിതാവ് എന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവ്. രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ രക്ഷിതാക്കൾ ഉണ്ടാകും വീട്ടിൽ, അതേപോലെ തന്നെ നമ്മുടെ മുതിർന്ന രക്ഷിതാക്കൾ, ഗാർഡിയൻസ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആളുകൾ. എന്നാൽ യഥാർത്ഥത്തിൽ ഈ രക്ഷിതാക്കളൊന്നും ദൈവമായി കൊള്ളണമെന്നില്ല. എന്നാൽ ഇവിടെ രക്ഷിതാവ് ദൈവമാണെന്നാണ് 2ാമത്തെ ആയത്തിലൂടെ അള്ളാഹു ഉണർത്തി നൽകുന്നത്. അതായത് ലോകത്തുള്ള സർവ്വ രക്ഷിതാക്കളെക്കാളും രാജാക്കന്മാരെക്കാളും ഏറ്റവും വലിയ രാജാവും രക്ഷിതാവും അത് അള്ളാഹുവാണെന്ന ഒരു സൂചനയിലേക്കാണ് ആദ്യത്തെ 3 സൂക്തങ്ങൾ നൽകുന്നത്. 3 വിശേഷണങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഓരോന്നും എന്തിന് ആദ്യം രക്ഷിതാവ് എന്ന് പ്രയോഗിച്ചു? ഖുൽ അഊദു ബി റബ്ബിന്നാസ്, ആദ്യം റബ്ബുന്നാസ് എന്ന് പറഞ്ഞു, പിന്നീട് മലിക്കിന്നാസ് എന്ന് പറഞ്ഞു, പിന്നീട് ഇലാഹിന്നാസ് എന്ന് പറഞ്ഞു. എന്തിനിങ്ങനെ ഓരോന്നും ഇങ്ങനെ? എന്തുകൊണ്ടാണ് ആദ്യം റബ്ബ് പറഞ്ഞത്? പിന്നെ എന്തിനാണ് മലിക്ക് പറഞ്ഞത്? അവസാനം എന്തിനാണ് ഇലാഹി എന്നതിന് അവസാനം എന്ന് പറഞ്ഞത്? കാരണം സൃഷ്ടിച്ച് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ സൃഷ്ടിച്ച് പ്രഥമമായി ബുദ്ധിയും വിവേകവും നൽകി പരിപാലിക്കുന്നവനാണ് റബ്ബ്. അതുകൊണ്ട് ഒരു മനുഷ്യനെ അവനെ പരിപാലിക്കുന്നത് കൊണ്ട് തന്നെ ആദ്യം പറയാൻ ഏറ്റവും ഉതകുന്നത് റബ്ബ് എന്ന പദമാണ്. അങ്ങനെ ഒരു മനുഷ്യന് അറിവും വിവേകവും ബുദ്ധിയും സവിശേഷമായിട്ടുള്ള ചിന്താശേഷിയും നൽകിയിട്ടുണ്ടെങ്കിൽ അത് വെച്ച് അവൻ്റെ ഉടമയെ തൻ്റെ അടിമ മനസ്സിലാക്കും. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഓരോ അടിമകളും മനസ്സിലാക്കും. അതുകൊണ്ടാണ് അപ്പോൾ എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബാണ് എൻ്റെ രാജാവ്, അല്ലാതെ ഭൗതിക ലോകത്ത് നമ്മൾ കാണുന്ന രാജാക്കന്മാരും ഒന്നുമല്ല യഥാർത്ഥ രാജാവ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ നോക്കുമ്പോൾ റബ്ബ് എന്ന് പറഞ്ഞ ആയത്ത് കഴിഞ്ഞിട്ടാണ് മലിക്ക് എന്ന് പറഞ്ഞത്. അതങ്ങനെയാണ് പറയേണ്ടത്. അപ്പം റബ്ബ് തെർബിയത്ത് നൽകിയ റബ്ബിലൂടെ ഞാൻ എൻ്റെ ഉടമസ്ഥനെ കണ്ടെത്തി, രാജാവിനെ കണ്ടെത്തി. അങ്ങനെ പിന്നീട് ഈ അടിമ ഉടമബന്ധം ആരാധന നിർബന്ധമാക്കുന്നുണ്ട്. അപ്പോൾ എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എൻ്റെ ഉടമസ്ഥനാകുന്ന റബ്ബിനാണ് ഞാൻ ആരാധിക്കേണ്ടത് എന്ന ഒരു ചിന്തയിലേക്കാണ് ഇലാഹിന്നാസ് എന്ന് പറഞ്ഞതിലൂടെ അവനെ കൊണ്ടെത്തിക്കുന്നത്. സ്വയം ഇളകാൻ പോലും കഴിയാത്ത ദൈവങ്ങളുടെ അന്തസത്ത പൊളിച്ചെഴുതിയതാണ് ഖുർആൻ. കാരണം അന്ന് ഇസ്ലാമിൻ്റെ പ്രചരണ കാലത്ത് അല്ലെങ്കിൽ തുടക്കകാലത്ത് മക്കയിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന ദൈവങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. അപ്പോൾ ഒരു ദൈവം എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായിട്ട് സൂറത്തുന്നാസിൻ്റെ 3 വചനങ്ങൾ കൊണ്ട് മാത്രം തന്നെ തെളിയിക്കുകയാണ് റബ്ബ് ചെയ്തത്. മറ്റൊന്ന്, റബ്ബ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള സർവ്വ നിഅമത്തുകളുടെയും പ്രത്യക്ഷവും പരോക്ഷവുമായ അനുഗ്രഹങ്ങൾ വായിച്ചെടുക്കുകയും അതുകൊണ്ട് തന്നെ ഈ അനുഗ്രഹങ്ങൾ അള്ളാഹുവിന് വഴിപ്പെടാനുള്ള നിമിത്തമാണെന്നും തിരിച്ചറിയുന്നു. സൃഷ്ടിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അവനാണ് യഥാർത്ഥ ഉടമസ്ഥൻ എന്ന് ബോധ്യമാവുന്നത്.
ഉടമയിലാണ് അടിമകളെല്ലാം ആശ്രയിക്കുന്നത് എന്നും ഉടമയില്ലാതെ അടിമകൾക്ക് ജീവിതം ഇവിടെ സാധ്യമല്ലെന്നും എന്നാൽ ഉടമ നിരാശ്രയനാണെന്ന്, അതായത് അള്ളാഹു സമദാണെന്നും നമുക്ക് ഇതിലൂടെ ബോധ്യപ്പെടുന്നു. നമ്മുടെ നാട്ടിലൊക്കെ രക്ഷിതാക്കൾ എന്ന് പറയുന്ന പദവി ലഭിക്കുന്ന ആളുകളുണ്ട്, രാജാക്കന്മാരായിട്ട് വാഴ്ത്തപ്പെടുന്ന ആളുകളുണ്ട്. എന്നാൽ രക്ഷിതാവും രാജാവും ഇലാഹുമായിട്ട് ഏകനായ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. നസ്രാനികളായ ആളുകൾ സൂറത്ത് തൗബയുടെ 31-ാമത്തെ വചനം ഇവിടെ നമ്മൾ പറയണം. വല്ലദീന ഇത്തഖദൂ, അവർ അവരുടെ പുരോഹിതന്മാരെ, അതേപോലെ തന്നെ അവരുടെ പണ്ഡിതന്മാരെ, എത്രത്തോളം മറിയം ബീവിയുടെ മകനാകുന്ന ഈസാ നബി അലൈഹി സ്വലാമിനെ അവർ അള്ളാഹുവിന് പുറമെ ആരാധിച്ചു. ഇത്തഖദൂ അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാഹ് വൽ മസീഹ ഇബ്ന മറിയം വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദു ഇലാഹൻ വാഹിദൻ ലാ ഇലാഹ ഇല്ലഹു സുബ്ഹാനഹു അമ്മാ യുശ്രികൂൻ. ഈ ആയത്തിൽ പറയുന്നത് ഇവർ തങ്ങളുടെ പുരോഹിതന്മാരെയും പണ്ഡിതന്മാരെയും ഈസാ നബി അലൈഹി സ്വലാമിനെയും അള്ളാഹുവിൻ്റെ കൂടെ പങ്കു ചേർത്തി. എന്നാൽ അവരോട് അള്ളാഹുവിൻ്റെ കൽപ്പന ഏകദൈവമാകുന്ന റബ്ബിനെ മാത്രം ആരാധിക്കണമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ബഹുദൈവ ആരാധനകളെയെല്ലാം പൊളിച്ചടക്കുകയാണ് ഈ 3 സൂക്തങ്ങളിലൂടെ അള്ളാഹു കാണിക്കുന്നത്. രക്ഷിതാക്കൾ ലോകത്ത് പലരുണ്ട്, രാജാക്കന്മാർ പലരുമുണ്ട്. എന്നാൽ പ്രപഞ്ചത്തിലെ ഒന്നിനോടും തുല്യനല്ലാത്ത ഏകനായ രക്ഷിതാവും രാജാവുമായവനാണ് അള്ളാഹു എന്നാണ് ഈ പ്രസ്തുത ആയത്തിൽ അള്ളാഹു നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്. മലിക്ക്, ഇലാഹ്, റബ്ബ് ഇവയോരോന്നിനും അള്ളാഹുവിൻ്റെ വിവിധ വിശേഷണങ്ങളുടെ സത്തയാണ്. കഴിവുള്ളവൻ, ഖാദിർ, സൃഷ്ടിക്കുന്നവൻ, ഖാലിഖ് തുടങ്ങിയ നന്മയും കരുണയും ചൊരിയുന്ന നിരവധി വിശേഷണങ്ങളെ ഉൾവഹിക്കുന്നതാണ് റബ്ബ് എന്ന പദം. മലിക്ക്, രാജാവ് എന്നത് കൽപ്പിക്കുന്നവൻ, വിരോധിക്കുന്നവൻ തുടങ്ങി ഏകാധിപത്യത്തിൻ്റെയും ഔന്നിത്യത്തിൻ്റെയും ആശയങ്ങൾ ഉൾച്ചേരുന്നതാണ്. മൂന്നാമതായി പ്രയോഗിച്ച ഇലാഹ് പരിപൂർണതയുടെ മുഴുവൻ വിശേഷണങ്ങളും ഒരുമിച്ച് കൂട്ടിയ നാമവുമാണ്. ഇതോടുകൂടെ അള്ളാഹുവിന് ഒരു വിശ്വാസിക്ക്, ഒരു മുഅ്മിനിന് ഈ 3 ആയത്തുകൾ പാരായണം ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഇതോടുകൂടെ സൂറത്തുൻ നാസിൻ്റെ ആദ്യത്തെ ഭാഗം അവസാനിക്കുകയാണ്. ഇനി 3 ആയത്തുകളാണ്. 6 ആയത്തുള്ള സൂറത്തുൻ നാസിൻ്റെ അവശേഷിക്കുന്ന 3 ആയത്തിൽ അള്ളാഹുവിനോട് കാവൽ തേടണമെന്ന് പറയുമ്പോൾ എന്തിൽ നിന്നാണ് മനുഷ്യൻ കാവൽ തേടേണ്ടത് എന്നാണ് പറയുന്നത്. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. മനുഷ്യ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തി പിന്മാറിക്കളയുന്ന മനുഷ്യരിലും ഭൂതങ്ങളിലും പെട്ട ദുർബോധകരെ, ശൈത്താന്മാരെ കൊണ്ടുള്ള കെടുതിയിൽ നിന്നും അള്ളാഹു കാവൽ തേടണമെന്നാണ് ഈ ആയത്തുകൾ പറയുന്നത്. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. ലോകത്ത് മരണമല്ലാത്ത എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു മരുന്ന് നൽകിയിട്ടുണ്ട്. എന്നാൽ മനുഷ്യനെ നന്മയിലേക്ക് എത്തിക്കുന്നതിന് ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ എന്ന് ഖുർആൻ പറഞ്ഞ ഭാഗം, അതായത് മുഖ്ലസീങ്ങളല്ലാത്ത ലഉഇയന്നഹും അജ്മഈൻ എന്ന് പിശാച് അള്ളാഹുവിനോട് വാഗ്ദത്തം ചെയ്ത അല്ലെങ്കിൽ പ്രത്യേകം പറഞ്ഞ സന്ദർഭം. അതുകൊണ്ട് തന്നെ മനുഷ്യനെ ദുർബോധനം നടത്തുന്ന പിശാചിൽ നിന്നും അള്ളാഹുവാണ് നമുക്ക് അഭയം നൽകുന്നത് എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. അള്ളാഹുവിൻ്റെ നാമം പറയുക, അവനെ ഓർക്കുക തുടങ്ങിയവയാണ് അതിനുള്ള പ്രധാന പ്രതിവിധികൾ. ദൈവിക വിചാരങ്ങളോളം പിശാചിന് ശല്യമാകുന്ന മറ്റൊന്നില്ലെന്ന് നമുക്കറിയാം. ദിക്റിൻ്റെ സന്ദർഭങ്ങളിൽ അവൻ സ്ഥലം വിട്ടോടുമെന്നും ജനിച്ച കുഞ്ഞിൻ്റെ ചെവിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ അതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് പൈശാചിക ബാധയിൽ നിന്നും ആ കുട്ടിയെ രക്ഷിക്കലാണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിശ്വാസിയുടെ കൂടെയുള്ള പിശാചി മെലിഞ്ഞൊട്ടുമെന്ന് ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. അവരുടെ ദുർബോധന ജോലി വിശ്വാസികളുടെ അടുക്കൽ വില പോകില്ലെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. വസ്വാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ പിശാചാണ്. അതായത് അവൻ സ്വയം ദുർബോധനം നടത്തുകയും അതിനു മാത്രമായി യത്നിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് വസ്വാസ് എന്ന് പരിചയപ്പെടുത്തുന്നത്. ഉദോയിൽ മാത്രം വസ്വാസ് ഉണ്ടാക്കുന്ന പിശാചുണ്ട്. അവൻ്റെ പേര് വലഹാൻ എന്നാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇതേപ്രകാരം നിസ്കാരത്തിൽ പ്രത്യേകം മനുഷ്യനെ തെറ്റുകളിലേക്ക് കൊണ്ടു നടക്കുന്ന പിശാചുമാരുണ്ട്. ഇവിടെ ഹന്നാസ് പിന്മാറിക്കളയുക എന്ന അർത്ഥത്തിലുള്ള ഹന്നാസ്, പിന്മാറിക്കളയുന്നവൻ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇത്തരം പിശാചുമാർ മനുഷ്യ ഹൃദയങ്ങളിലാണ് അതിൻ്റെ ഇടം. അവർ കിട്ടുമ്പോഴൊക്കെ, അവസരം കിട്ടുമ്പോഴെല്ലാം മനുഷ്യൻ്റെ മനസ്സിലേക്ക് ദുഷിച്ച ചിന്തകൾ കൈമാറിക്കൊണ്ട് നാഥനിൽ നിന്നുള്ള ദിക്റുകളിൽ നിന്നും സ്മരണയിൽ നിന്നും വേർപിരിച്ച് അങ്ങനെ തെറ്റുകളിലേക്കും കുറ്റങ്ങളിലേക്കും എത്തിച്ചേരാനുള്ള വഴികൾ അവർ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആധ്യാത്മിക സൂഫിയ ലോകത്തുള്ള ഒരുപാട് പണ്ഡിതന്മാർ എല്ലാ സമയവും മുഴുസമയവും ദിക്റിലായിരുന്നെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അധികമായി ദിക്റ ചൊല്ലുന്ന ആളുകളാണ് മുഅ്മിനീങ്ങളെന്ന് ഖുർആൻ നമ്മളോട് പറഞ്ഞു. വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്. അവിടെ കസീറൻ എന്ന് പറയുന്ന പദം ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ ഖാനിതീന എന്നൊക്കെ പറയുമ്പോൾ വദ്ദാകിരീന അല്ലാഹ വദ്ദാകിറാത്ത് എന്നാൽ കസീറൻ അധികമായിട്ട് ദിക്ർ ചൊല്ലും. ഇതിൻ്റെ വിവക്ഷ, ഇതിൻ്റെ ഉദ്ദേശം പൈശാചിക ദുർബോധനങ്ങളിൽ നിന്നും ദുർമന്ത്രങ്ങളിൽ നിന്നും മനുഷ്യൻ്റെ മനസ്സിനെ സംരക്ഷിക്കാൻ അള്ളാഹുവിൻ്റെ ദിക്റാണ് വിശ്വാസികൾക്ക് എന്നും ആയുധമായിട്ടുള്ളത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. അള്ളാഹുവിൻ്റെ ദിക്റുകളിലൂടെയാണ്, സ്മരണയിലൂടെയാണ് നമ്മുടെ മാനസങ്ങൾക്ക് സമാധാനവും ശാന്തിയും ലഭിക്കുന്നതെന്നാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്.
ഇമാം റാസി റളിയല്ലാഹു അൻഹുവും അതേപോലെ തന്നെ ഇസ്മായിലുൽ ഹഖി തങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതായത് പിശാച് മനുഷ്യനെ പല രൂപത്തിൽ തെറ്റിലേക്ക് അകപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. അതായത് ഒരു പക്ഷേ ചിലപ്പോഴൊക്കെ നന്മകളിലേക്ക് തന്നെ പിശാച് നമ്മെ കൊണ്ടുപോകുന്നു. അങ്ങനെ അതിലൂടെ മനുഷ്യൻ്റെ മനസ്സിനെ ഇളക്കാനും നന്മകളോട് വെറുപ്പും മടുപ്പും ഉളവാക്കാനും ഉള്ള മനുഷ്യനെ പിശാച് ദുർബോധനം നടത്തുന്നു. ഏതൊരവസരം കിട്ടിയാലും കഴിയും വിധം അധർമ്മത്തിലേക്ക് ക്ഷണിക്കും. പിശാച് ക്ഷണിക്കുന്ന 7 സ്ഥാനങ്ങൾ ഇമാം ഇസ്മായിലുൽ ഹഖി അവിടുത്തെ തഫ്സീർ റൂഹുൽ ബയാനിൽ വിശദീകരിക്കുന്നുണ്ട്. ആദ്യമായിട്ട് കാഫിറാക്കാൻ വേണ്ടി ശ്രമിക്കും. ബഹുദൈവ ആരാധനയിലേക്കാണ് ആദ്യം ക്ഷണിക്കുക. അതിന് സാധിക്കാത്ത വ്യക്തിയാണെന്ന് കണ്ടാൽ രണ്ടാമതായിട്ട് ബിദഅത്തിലേക്കാണ്, പുത്തനാശയങ്ങളിലേക്കാണ് ക്ഷണിക്കുക. എന്നാൽ ഇതും സാധ്യമല്ലെന്ന് തോന്നുകയാണെങ്കിൽ പുത്തനാശയത്തിലേക്ക് ഈ അടിമ എത്തിച്ചേരുകയില്ല എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ വൻ പാപങ്ങളിലേക്കാണ് പിശാച് മനുഷ്യനെ ദുർബോധനം നടത്തുക. അവിടെയും പിശാച് തുന്നം പാടിയാൽ നാലാമതായിട്ട് ചെറുപാപങ്ങളിലേക്ക് ദുർബോധനം നടത്തും. നമുക്കൊക്കെ അറിയാം, ചെറുദോഷങ്ങൾ ഒരുപാട് സംഭവിക്കുമ്പോൾ ചെറുകൊള്ളികളാൽ തീ കത്തിക്കുന്നത് പോലെ പെരുത്ത ചെറുപാപങ്ങൾ മനുഷ്യനെ നശിപ്പിക്കും, അവൻ്റെ മനസ്സിനെ നശിപ്പിക്കും. ഇവിടെയും പരാജയപ്പെട്ടാൽ പിശാച് അഞ്ചാമതായിട്ട് പ്രതിഫലമോ പ്രതികാരമോ ഇല്ലാത്ത ഹലാൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള അനുവദനീയമായ കാര്യങ്ങളിലേക്ക് അവൻ ഏർപ്പെടുത്തും. അതോടുകൂടെ നന്മകൾ ചെയ്യാതിരിക്കാനും ഹലാലിൽ ആസ്വാദനം കണ്ടെത്തി അവൻ്റെ നന്മകൾക്കുള്ള സമയത്തെ നഷ്ടപ്പെടുത്താനും പിശാചിന് സൗകര്യം ലഭിക്കും. ഇനി ഇതും സാധ്യമല്ലെന്ന് കണ്ടാൽ അവൻ ആറാമതായിട്ട് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന വലിയ കർമ്മങ്ങളിൽ നിന്നും പ്രതിഫലം കുറഞ്ഞ നന്മകളിലേക്ക് ഏർപ്പെടാൻ പ്രേരിപ്പിക്കും. എത്ര വലിയ ചതിയാണിത്! ഇങ്ങനെ മനുഷ്യനെ ദുർബോധനത്തിലെത്തിച്ച് അവൻ്റെ നന്മകളെല്ലാം നശിപ്പിച്ച് തിന്മയിലൂടെ അവൻ്റെ ആത്യന്തിക വിജയം പരാജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് പിശാച് ശ്രമിക്കുന്നത്. പിശാചിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യരും ഭൂതങ്ങളുമുണ്ട്. അതാണ് അവസാനത്തായത്ത്, മിനൽ ജിന്നത്തി വന്നാസ്. മനുഷ്യ പിശാചുകൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിൻ്റെ 112-ാമത്തെ അധ്യായം മനുഷ്യ പിശാചുകളെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ ശയാത്തീനൽ ഇൻസ്. മനുഷ്യ പിശാചുകൾ. ഈ ഒരു അബൂദർദാ റളിയല്ലാഹു അൻഹു ഒരാളോട് ചോദിച്ചു, നീ മനുഷ്യഭൂതങ്ങളിലെ പിശാചുക്കളിൽ നിന്ന് കാവൽ തേടിയോ? അപ്പോൾ ആ മനുഷ്യൻ തിരിച്ചു ചോദിച്ചപ്പം സ്വഹാബിയുടെ മറുപടി ഈ ആയത്തായിരുന്നു. അബൂദർദാ തങ്ങൾ ഖുർആനോദി ഈ ആയത്തോതിയിട്ട് വിശദീകരിച്ചു, എല്ലാ നബിമാർക്കും നാം ഭൂതമനുഷ്യരിൽ നിന്നുള്ള പിശാചുക്കളെ ശത്രുവാക്കി. വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ ശയാത്തീനൽ ഇൻസ്. ഭൂതത്തിൽ നിന്നുള്ളവർ കൂടുതൽ പൈശാചിക വൃത്തികൾ ചെയ്യുന്നവരാണെന്നും പ്രശ്നങ്ങളുടെ വക്താക്കളാണ് മനുഷ്യരിൽ നിന്നുള്ള പിശാചുകളെന്നും ഖതീബ് ഷിർബീനി അവരുടെ സിറാജുൽ മുനീറിൽ പറയുന്നുണ്ട്. ഈ ശത്രുക്കളെല്ലാം, അതായത് ജിന്നിൽ നിന്നുള്ള പൈശാചിക വൃത്തികൾ ചെയ്യുന്ന പ്രശ്നക്കാരാകുന്ന മനുഷ്യരിൽ നിന്നുള്ള പിശാചുക്കൾ, ഇങ്ങനെ 2 വിഭാഗത്തെ ഖതീബ് ഷിർബീനി സിറാജുൽ മുനീർ എന്ന് പറയുന്ന തഫ്സീറിൽ പറയുന്നുണ്ട്. ഈ 2 വിഭാഗത്തിൽ നിന്നും നിങ്ങൾ മോചനം, അള്ളാഹുവിനോട് കാവൽ തേടി മോചനം സാധ്യമാക്കണം എന്നാണ് പറയുന്നത്. ഇവരെ എല്ലാം തോൽപ്പിച്ച നബിമാരുടെ മാതൃകാ ജീവിതം പരിശുദ്ധ ഖുർആൻ ഉടനീളം നമുക്ക് വായിച്ചു ഓതിയാൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ മനുഷ്യരോരോരുത്തരും ഈ പൈശാചികരെ തരണം ചെയ്യുമ്പോഴാണ് അവരുടെ ഹൃദയം സ്ഫുടം ചെയ്ത് പ്രകാശിതമാകുന്നതെന്നും അങ്ങനെ മാലാഖമാരെക്കാൾ ഉന്നതിയിലേക്ക് മനുഷ്യന് പ്രാപിക്കാൻ സാധിക്കുമെന്നും ഖുർആൻ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. മനുഷ്യനെ പരാജയത്തിലേക്ക് നയിക്കുന്ന പിശാചിൻ്റെ വലയിൽ നിന്നും കാവൽ തേടാൻ പറ്റിയ സൂറത്താണ് സൂറത്തുൻ നാസ്. ഇങ്ങനെ 2 പാർട്ടാണ് സൂറത്തുൻ നാസിനുള്ളത്. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. കാവൽ ചോദിക്കുന്നവന് കാവൽ തേടാൻ പറ്റിയ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെ എന്ന് ഉഖബ തങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയും ഉഖബ തങ്ങൾ അത് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ റസൂൽ പറഞ്ഞത് സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസുമാണ് മറുപടിയായിട്ട് പറഞ്ഞു കൊടുത്തത്. കാവൽ തേടുന്ന 2 എണ്ണം എന്ന അർത്ഥത്തിലാണ് നമ്മളൊക്കെ മുഅവ്വിദത്തൈൻ എന്ന് പറയാറുള്ളത്. ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് പറയാൻ പല സംഭവങ്ങളുണ്ട്, നാം ചുരുക്കി വിശദീകരിച്ചതാണ്. അതുകൊണ്ട് എല്ലാവിധ മാരണങ്ങളിൽ നിന്ന് പോലും പൈശാചിക ദുർനടപടികളിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കാൻ ഈ സൂറത്തുകൾ വളരെയധികം ഫലപ്രദമാണെന്നാണ് തഫ്സീറുകളും ഹദീസുകളും മറ്റു ഖുർആനിൻ്റെ വചനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമ്മളെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവിധ പൈശാചിക ദുർബോധനങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ യഥാർത്ഥ അടിമകളിൽ, അവൻ്റെ മുത്തഖീങ്ങളായ അടിമകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.